എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് പോയ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ്. തീർച്ചയായിട്ടും ഇത് ബ്രേക്കപ്പ് ആയവർക്ക് വേണ്ടിയാണ്. അതായത് ഒരു ലവർ ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫാവാം, ആരുമാകാം. അവരുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ്. നിങ്ങളെ ഇട്ടിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഒരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ തീർച്ചയായും നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായി മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഞാൻ കുറച്ച് കാർഡ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്താണ് അവരുടെ ഇന്നത്തെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ആ ഒരു പങ്കാളിയുടെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നോക്കാം. ഇവിടെ അവർ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ കാർഡായിട്ടുള്ള ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെയും അവരെയും ഒരുപോലെ തന്നെ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹവും സുരക്ഷിതത്വവും അല്ലെങ്കിൽ ആ ഒരു കരുതലുമൊന്നും അവർക്കിപ്പോൾ ആ പുതിയ ബന്ധത്തിൽ നിന്ന്, ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു പഴയ ഓർമ്മകൾ ആ ഒരു വ്യക്തിയിലെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട്. അനുദിനം ആ ഒരു വ്യക്തിയെ ഭീതിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു ഓർമ്മകളൊക്കെ അവർക്കൊരു പേടി സ്വപ്നമാണ്. ഇപ്പോൾ ഒരു പേടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേത് വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ പങ്കാളി ആരും ആവാം, നിങ്ങളുടെ ഒരു ലവറാവാം, അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡാകാം, വൈഫാകാം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ വിട്ടകന്നു പോയ ആ ഒരു വ്യക്തി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, ഒരു കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ ഓർമ്മകൾ അവരെ വേട്ടയാടുകയും അവർ അമിത ഭാരം അവർ ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവരുടെ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അമിത ഭാരമാണ്, അനാവശ്യ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ തന്നെ വ്യക്തിത്വം ആ ഒരു വ്യക്തി മറന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പിയല്ല. ആ ഒരു തേർഡ് പാർട്ടി നമ്മൾ വിചാരിച്ച പോലെ ഒരു വ്യക്തിയല്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരൊരു മോശപ്പെട്ട വ്യക്തിയാണ്. അതൊക്കെ അവരെയും നിങ്ങളെയും അതുകൊണ്ട് തന്നെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു കമ്പാരിസനാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കമ്പാരിസനാണ്. ഒരു കമ്പാരിസൺ ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും അവർക്കൊരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. എന്താണ് നടന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാര്യം ഇതെന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടും ഒക്കെ ആവാം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്തത്. അതിനെപ്പറ്റി അവർക്ക് ഇപ്പോഴും ഒരു ആശങ്കയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ സ്റ്റക്കാണെന്നാണ് ഇപ്പോഴും എനിക്ക് ഒരു ആദ്യത്തെ കാർഡിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ടാണ് ഈ ഒരു നിമിഷവും കാണപ്പെടുന്നതായിട്ട് എനിക്കിവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആ ഒരു വിചാരിച്ച അത്രയും ഒരു സ്നേഹവും കരുതലും ഒന്നും ആ ഒരു ബന്ധത്തിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ. പക്ഷേ അത്രത്തോളം ഒരു സ്നേഹവും ആത്മാർത്ഥയും ഒന്നും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടായതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. നിങ്ങളാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തൊരു വ്യക്തി. നിങ്ങൾക്ക് പകരം അവൻ ആർക്കും ആവില്ല എന്നവർ ചിന്തിക്കുന്ന ഒരു സമയം കൂടെയാണ്. നിങ്ങൾക്ക് പകരം അവൻ ഒരു വ്യക്തിക്കും ആവില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അത്രത്തോളം അവർ മാനസിക വേദന അനുഭവിക്കുന്നുണ്ട്. ഒരു കുറ്റബോധമാണ് ഇവിടെ എനിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അവർ അമിതമായിട്ടുള്ള സംഘർഷങ്ങൾ, ഒരു മാനസിക സംഘർഷങ്ങളിലൂടെയാണ് പോകുന്നത്. ഒരു അനാവശ്യമായിട്ടുള്ളൊരു നിലപാടാണ് അവരെടുത്തത്. ഒരു പെട്ടെന്നുള്ള തീരുമാനമാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവർ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. ഒരു കുറ്റബോധവും ദുഃഖത്താലും ആ ഒരു വ്യക്തി ജീവിക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് കടുത്ത മാനസിക സംഘർഷമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷനാണ്. അതായത് പുറമേ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവർ പഴയ കാര്യങ്ങളെ വിട്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ കാർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്.
പുറമേ അവർ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവരൊട്ടും ഹാപ്പിയല്ല. അവരുള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പേടിയുണ്ട് നിങ്ങളിലേക്ക് വരാൻ. ഒരു തുറന്ന സംസാരത്തിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് പേടിയാണ്. അവർ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും പറ്റില്ല, നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് അവർക്കുണ്ട്, നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം. അതുകൊണ്ട് തന്നെ അവർ സ്വയം തീർത്ത തടവറയ്ക്കുള്ളിലാണ്. അതാണ് ഈ ഒരു കാർഡൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പകരമാവാൻ ഒരു വ്യക്തിക്കും ആവില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പെട്ടെന്ന് അവർക്ക് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു വ്യക്തി. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്, നിങ്ങളെ അവരെ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഇവർ ഈ ഒരു സമയത്ത് അവർ ഇമോഷൻസിന് അടിമപ്പെടാതെ അവർ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത തേടുന്നതായിട്ട് കാണുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരാൻ. കാര്യം ആ ഒരു വ്യക്തി ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടും സന്തോഷിച്ചിട്ടും നാളുകളായി. ഒരു തേർഡ് പാർട്ടിയോട് ഇപ്പോൾ എപ്പോഴാണോ ആ ഒരു വ്യക്തി പോയത് അപ്പോൾ തൊട്ട് ആ ഒരു വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പോകുന്നത്. അവരുടെ ഫീലിങ്സ് ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക ഈ ഒരു ബന്ധം. ഒരു സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഒരാത്മവിശ്വാസം ആ ഒരു വ്യക്തിക്ക് ഇല്ല ഈ ഒരു ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം എന്നൊക്കെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാർഡ് വന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ഒരു ബന്ധത്തിനൊരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഉണർവ്. ഈ ഒരു ബന്ധം വീണ്ടും നിങ്ങളിലേക്ക് അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും. പക്ഷെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. കാര്യം ആ ഒരു വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദമാണ്. നിങ്ങളായിരുന്നു ശരിയെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും ആവില്ല. ഒരു സോൾ കണക്ഷൻ ആയിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. പുറമേ ഉള്ളൊരു സ്നേഹപ്രകടനങ്ങൾ മാത്രമായിരുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം ഒന്നും ശരിയല്ല. തേർഡ് പാർട്ടി അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് അവരെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ കിട്ടിയാൽ അതിന് പുറത്ത് കിടക്കാൻ അവർ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിനൊരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അതായത് അനാവശ്യ ചിന്തകളാണ്. അവരൊന്ന് ഉറങ്ങിയിട്ട് തന്നെ നാളുകളായി. ജീവിതത്തിൽ അവരേറ്റവും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ആയിരിക്കുമ്പോഴും ആ ഒരു വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ പഴയ ഓർമ്മകൾ അവരെ അമിത ഭാരം ചുമക്കുന്നതായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് ആ ഒരു വ്യക്തി. അവർ പ്രതീക്ഷിച്ച അത്രയും ഒരു കരുതലൊന്നും അതിന് കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്ന ആ ഒരു ബന്ധത്തിന് അവർ പ്രതീക്ഷിച്ച അത്രയും ഒന്നുമുള്ളൊരു സ്നേഹമോ കരുതലോ ഒന്നും ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അതീവ ദുഃഖിതനാണ്. യാഥാർത്ഥ്യത്തെ ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. കടുത്ത മാനസിക വേദനയിലാണ്. അവരൊരു പുതിയൊരു ബന്ധത്തിലാണെങ്കിൽ അവർ ഒറ്റയ്ക്കാണെന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത്. കാര്യം ഒരു തേർഡ് പാർട്ടിയായിട്ട് അവർക്കൊരു മെൻ്റൽ കണക്ഷൻ ഇല്ല, ഒരു മൈൻഡ് ടു മൈൻഡ് കണക്ഷനൊന്നുമില്ല, ഒരടുപ്പവും ഇല്ല എന്നാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും അവർക്കൊന്ന് പുറത്ത് കിടന്നാൽ മതി. കുറ്റബോധത്താലാണ് അവർ നീറുന്നത്. അവർക്ക് നിങ്ങളോട് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അത് അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ബന്ധത്തിനൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയവും ഉടഞ്ഞു വീഴാവുന്നൊരു ബന്ധമാണ്.
നിങ്ങളോട് ചെയ്തതിന് അവർക്ക് അനീതിയായിട്ട് തോന്നുന്നുണ്ട്. കടുത്ത അനീതിയാണ് നിങ്ങളോട് ചെയ്തതെന്ന് അവരിപ്പം ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സോറോയൊക്കെ കാർഡ് പറയുന്നത്, ഗിൽറ്റ് കാർഡും ഒക്കെ. നിങ്ങളോടൊരു കടുത്ത അനീതിയാണ് ചെയ്തതെന്നുള്ളൊരു കുറ്റബോധം അവരെ വേട്ടയാടുന്നുണ്ട്. അതുപോലെ എവിടെ പോലും നിങ്ങളുടെ ചിന്തകളാണ് അവർക്ക്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അവർക്ക്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു വ്യക്തി ഹാപ്പിയല്ല, അവരുടെ ജീവിതം നശിച്ചു എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനൊരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. അവർ ആ ഒരു ഓർമ്മകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങളുടെ. അത്രത്തോളം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത അനീതി ഓർത്തൊക്കെ അവർക്ക് കടുത്ത കുറ്റബോധമുണ്ട്. ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവരവരുടെ മനസ്സിനെ ഒരുപാട് കുഴപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് ചെയ്ത കടുത്ത അനീതിയിൽ. അതുപോലെ അവർ തുറന്ന് ചിരിക്കുക പോലുമില്ല. ആരുമില്ല അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും. തേർഡ് പാർട്ടി ഒന്നും അവരെ ഇല്ല. കൂടെ ഉണ്ടെങ്കിലും അവരതിലൊട്ടും ഒറ്റയ്ക്കാണെന്നാണ് ചിന്തിക്കുന്നത്. അവരൊട്ടും ഹാപ്പിയല്ല തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും. അത് ആ ഒരു വ്യക്തി ഒന്നും മനസ്സ് തുറന്ന് ചിരിച്ചിട്ടും അവരുടെ വികാരങ്ങളൊക്കെ അവർ അടിച്ചമർത്തി വെക്കുകയാണ്. അതാണ് സപ്രഷൻ കാർഡ് പറയുന്നത്. അവരിതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് അവർ ആലോചിക്കുകയാണ്. അവരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാം അവർ ഡിവൈനിൽ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പി അല്ല എന്നാണ് മനസ്സിലാകുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പോസിറ്റീവായിട്ടിരിക്കുക. എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ റീഡിംഗ് ഒക്കെ കുറച്ചെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. കുറച്ചെങ്കിലും പേരുടെ ജീവിതത്തിൽ എൻ്റെ റീഡിംഗ് കൊണ്ട് ഒരു മാറ്റം ഒക്കെ വരുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അപ്പം വീണ്ടും റീഡിങ്ങിൽ കാണാം. ബൈ.